ഗൈനക്കോമാസ്റ്റിയ 4 ഗ്രേഡായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഈ ഗ്രേഡ് 1 ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ജസ്റ്റ് ലൈപ്പോസെക്ഷൻ മാത്രം മതിയാവും. ചില കേസുകളിൽ ഗ്ലാൻഡ് എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ആ നിപ്പിളിൻ്റെ താഴെ ഒരു ചെറിയ മുറിവുണ്ടാക്കി ഗ്ലാൻഡ് റിമൂവ് ചെയ്താൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടും. ഗ്രേഡ് 2, ഗ്രേഡ് 3 നമ്മൾ ചെയ്യുന്നത് ലൈപ്പോസെക്ഷൻ ചെയ്ത് അകത്തുള്ള ഫാറ്റെല്ലാം മാറ്റിയിട്ട് നിപ്പിളിന് താഴെ ഒരു ചെറിയ മുറിവുണ്ടാക്കി അതുവഴി ഗ്ലാൻഡ് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ മെയിൻ നിപ്പിളിൻ്റെ ഭാഗത്ത് മുറിവ് വരാതെ സൈഡിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കി അതുവഴി ക്യാമറ ഇട്ടുകൊണ്ട് അകത്തുള്ള ഗ്ലാൻഡ് ടിഷ്യൂ നമുക്ക് റിമൂവ് ചെയ്യാം. ഗ്രേഡ് 4 ട്രീറ്റ്മെൻറ്റ് നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അതിന് ഒരുപാട് ബ്രസ്റ്റിൻ്റെ ടിഷ്യൂ ഒരുപാട് താഴ്ന്ന് വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനെ തിരിച്ച് നമ്മൾ പഴയ പൊസിഷനിൽ എത്തിക്കാനായിട്ട് നമ്മൾ ലേസർ ഉപയോഗിച്ച് അതിൻ്റെ ലേസർ ടൈറ്റനിങ് എന്ന് പറയും, സ്കിൻ ടൈറ്റനിങ് ചെയ്ത് ഒരു പരിധി വരെ നമുക്കതിനെ മാനേജ് ചെയ്യാം. അതിൽ നിൽക്കാത്ത കേസുകൾ മാത്രമല്ല, നിപ്പിളിൻ്റെ നമ്മൾ ഗൈനക്കോമാസ്റ്റിയുടെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് നിപ്പിളിൻ്റെ സൈസും കൂടും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നിപ്പിളിൻ്റെ സൈസ് കുറയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അധികമായിട്ടുള്ള സ്കിന്ന് റിമൂവ് ചെയ്ത് റീഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കുന്ന രീതിയാണ് ഗ്രേഡ് 4 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേഡ് 1, 2, 3യുടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആൾമോസ്റ്റ് സിമിലറാണ്. ഗ്രേഡ് 1ന് നമുക്ക് ഗ്ലാൻഡ് അതിനകത്തൂടെ തന്നെ പെട്ടെന്ന് എടുത്ത് കളയാം, അധികം മുറിവ് വരത്തില്ല. മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കുന്ന മുറിവ് പാടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് നമുക്ക് സ്റ്റിച്ച് പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഗ്രേഡ് 2 and 3 നമ്മൾ ലൈപ്പോസെക്ഷൻ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഒരു ഗ്ലാൻഡ് എടുക്കുന്നത് നമുക്ക് നിപ്പിളിൻ്റെ താഴെ കൂടെ എടുക്കാം, അല്ലാതെ സൈഡിൽ കീഹോളായിട്ട് നമ്മൾ ക്യാമറ വെച്ച് കണ്ടിട്ടുള്ള ഒരു